ഉപമകളെ കൊണ്ടും ദൃഷ്ടാന്തങ്ങളെ കൊണ്ടും നിർദ്ദേശങ്ങളെ കൊണ്ടും നിറഞ്ഞിരുന്ന ഭീഷ്മരുടെ ധർമ്മോപദേശം യുധിഷ്ഠിരന് മാത്രമെന്നല്ല, മാനവ സമുദായത്തിനാഗമനം പ്രയോജനപ്പെടുന്ന അമൂല്യമായ തത്വ സംഹിതയായിരുന്നു. രാജധർമ്മം എന്തായിരുന്നായിരുന്നു യുധിഷ്ഠിരന്റെ ആദ്യമായി ചോദിച്ചത്. ഭീഷ്മൻ മുഹൂർത്ത നേരം ധ്യാനനിരതനായി. അതിനുശേഷം കണ്ണു തുറന്ന് ചുറ്റുമുള്ളവരെ നോക്കിക്കൊണ്ട് പറഞ്ഞു: മഹത്തായ ധർമ്മത്തെ ഞാൻ തൊഴുന്നു. ധർമ്മവേദസ്ഥനായ കൃഷ്ണനെ ഞാൻ വണങ്ങുന്നു. ബ്രഹ്മജ്ഞാനികളായ മഹർഷി പങ്കുവന്മാരെ ഞാൻ നമിക്കുന്നു. യുധിഷ്ഠിര, രാജധർമ്മം മറ്റെല്ലാത്തിനേക്കാൾ ശ്രേഷ്ഠമാണ്. എന്തുകൊണ്ടെന്നാൽ മറ്റു ധർമ്മങ്ങളെയെല്ലാം നിലനിർത്തുന്നത് രാജധർമ്മമാണ്. ധർമ്മപരിപാലകനായ രാജാവില്ലാത്ത സ്ഥലത്ത് ഒരു ധർമ്മവും നടക്കുകയില്ല. രാജാവ് ഒരിക്കലും ദേവന്മാരെയോ ദേവബ്രാഹ്മണന്മാരെയോ അനാദരിക്കരുത്. ബ്രാഹ്മണരെ ഏതവസരത്തിലും ബഹുമാനിക്കണം. അവരെ ശരീരദണ്ഡനം ചെയ്യരുതെന്നാണ് നിയമം. എന്നാൽ അവരുടെ പ്രവൃത്തി ലോകഹിതത്തിന് വിപരീതമായാൽ അവരെയും ശിക്ഷിക്കണം. രാജാവ് സത്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് പൗരുഷത്തെ മുൻനിർത്തി ദൈവത്തെ മാത്രം ആശ്രയിച്ച് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കണം. ശത്രുക്കളിൽ എപ്പോഴും ശ്രദ്ധാലുവായിരിക്കണം. സമർത്ഥന്മാരായ ചാരന്മാർ ഒരു രാജാവിൻ്റെ മുഖ്യ ശക്തികളാണ്. രാജാവിൻ്റെ ചാരന്മാരെയോ മന്ത്രാലോചനയോ മറ്റുള്ളവർ അറിയിക്കുവാൻ ഇടവരരുത്. ധീരനും ആജ്ഞാശക്തിയുള്ളവനുമായിരിക്കണം രാജാവ്. എല്ലാറ്റിനും എപ്പോഴും ക്ഷണിക്കുന്ന സ്വഭാവം രാജധർമ്മത്തിന് ചേർന്നതല്ല. അപ്രകാരമുള്ള രാജാവ് പ്രജകൾക്ക് അലക്ഷ്യഭാവമുണ്ടാകും. അങ്ങനെ വന്നാൽ അധർമ്മം വളരുവാൻ തുടങ്ങും. ആവശ്യത്തിൽ കവിഞ്ഞ സൗമ്യഭാവം രാജാവിന് ഭൂഷണമല്ല. രാജാവ് എപ്പോഴും കർമ്മനിരതനും ഉത്സാഹശീലനുമായിരിക്കണം. ആവശ്യമുള്ളിടത്ത് ദാനം ചെയ്യണം. അനർഹമായ ഒന്നും തന്നെ വാങ്ങരുത്. രാജധർമ്മ ശാസനങ്ങളെപ്പറ്റിയുള്ള ഭീഷ്മരുടെ ദീർഘമായ മറുപടി എല്ലാവരെയും നന്നേ രസിപ്പിച്ചു. രാജശബ്ദം എങ്ങനെയാണ് വന്നു ചേർന്നതെന്നും ഏതു കാലത്തെ രാജാവ് ഉണ്ടായതെന്നും എങ്ങനെയാണ് ക്ഷത്രിയന്മാരുടെയും രാജാക്കന്മാരുടെയും ഉൽപ്പത്തിയെന്നുമായിരുന്നു യുധിഷ്ഠിരന്റെ അടുത്ത ചോദ്യം. മഹാമയൻ പറഞ്ഞു: കൃതയുഗത്തിൽ ജനങ്ങളെല്ലാം ധർമ്മനിരതരായിരുന്നു. ജന്മസാഫല്യമായ കൈവല്യം ഒഴിച്ചു മാറ്റൊന്നും തന്നെ ആർക്കും ലക്ഷ്യമായിരുന്നില്ല. ആകയാൽ അധർമ്മവും അനീതിയും ഇല്ലായിരുന്നു. കുറെ കാലം കഴിഞ്ഞപ്പോൾ ജനങ്ങളുടെ മനസ്സിൽ ഭേദഭാവം ഉണ്ടായി തുടങ്ങി. ഭേദബുദ്ധിക്ക് ധാർഢ്യമുണ്ടായപ്പോൾ ഗുണദോഷചിന്ത അങ്കുരിച്ചു. അതോടെ രാഗം വളരുവാൻ തുടങ്ങി. അപ്പോൾ ചിത്തം ദുഷിച്ചു. ആഗ്രഹങ്ങൾ വർദ്ധിച്ചു. ധർമ്മത്തിന് കുറേശ്ശെയായി ക്ഷതം സംഭവിച്ചു. അധർമ്മവും അനീതിയും വർദ്ധിച്ചു. ജീവിത ലക്ഷ്യം തന്നെ വിഷയാനുഭൂതിയായി തോന്നി തുടങ്ങി. അപ്പോൾ സുഖവും സമാധാനവും ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു. മനുഷ്യ സമുദായത്തിൽ ധർമ്മത്തെ ശരിക്കറിയാനും ആചരിക്കുവാനും ആളില്ലാതെയായി. ഈ ദുസ്ഥിതി പരിഹരിക്കുവാൻ ബ്രാഹ്മണ്യവും ക്ഷാത്രവുമാകുന്ന സംസാരങ്ങളെ മനുഷ്യരുടെ ഇടയിൽ വളർത്തിയെടുക്കുന്നതിന് ഈശ്വര നിയോഗമുണ്ടായി. ധർമ്മത്തെ ശരിക്കറിയുകയും ആചരിക്കുകയും ചെയ്തവർ ബ്രാഹ്മണരായി. സത്യധർമ്മങ്ങളെ ആചരിക്കുന്നവനും ബ്രാഹ്മണരെ പരിപാലിക്കുന്നവനും ക്ഷത്രിയരായി. അവർ പ്രജകളെ രജ്ഞിപ്പിക്കുന്നതുകൊണ്ട് രാജാവെന്ന പേരുണ്ടായി. അവർക്ക് ആജ്ഞാശക്തിയും വീര്യവും ധർമ്മശ്രദ്ധയും എല്ലാം ഉണ്ടായി. അവർ ധർമ്മപരിപാലനത്തിന് ഉത്സുകരായി. ഇപ്രകാരമാണ് രാജാവിൻ്റെയും രാജ്യങ്ങളുടെയും രാജനീതികളുടെയും ഉൽപ്പത്തി എന്ന് മനസ്സിലാക്കിയ യുധിഷ്ഠിരൻ അടുത്തതായി വർണ്ണങ്ങളുടെയും ആശ്രമങ്ങളുടെയും വിവരങ്ങൾ അറിയുവാൻ ആഗ്രഹിച്ച് അതേപ്പറ്റി ചോദിച്ചു. ഭീഷ്മർ പറഞ്ഞു: ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നിങ്ങനെ 4 വർണ്ണങ്ങളാണുള്ളത്. അവർ 4 പേരും പൊതുവെ ആചരിക്കേണ്ട ചില ധർമ്മങ്ങളുണ്ട്. അതുകൂടാതെ ഓരോ വർണ്ണത്തിലും പെട്ടവൻ അതാതു വർണ്ണത്തിന്റെ സ്വഭാവമനുസരിച്ച് പാലിക്കേണ്ട പ്രത്യേക ധർമ്മങ്ങളുമുണ്ട്. ബ്രഹ്മചര്യം, ഗാർഹസ്ഥ്യം, വാനപ്രസ്ഥം, സന്യാസം എന്നിവയാണ് പ്രസിദ്ധങ്ങളായ 4 ആശ്രമങ്ങൾ. വർണ്ണധർമ്മങ്ങളെയും ആശ്രമധർമ്മങ്ങളെയും സവിസ്തരം പ്രതിപാദിച്ചിട്ട് ഭീഷ്മർ തുടർന്നു: ഈ ധർമ്മങ്ങളൊക്കെ ആചരിക്കുന്നില്ല എങ്കിൽ മനുഷ്യന്റെ മറ്റ് ജീവികളിൽ നിന്ന് വ്യത്യാസമൊന്നും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് വിവേകിയായ മനുഷ്യൻ വിശിഷ്ട ധർമ്മങ്ങളെ ആചരിച്ചുകൊണ്ട് ശ്രേഷ്ഠമായി ജീവിക്കണം. പിന്നീട് ബ്രഹ്മധർമ്മത്തിന്റെ ശ്രേഷ്ഠതയും രാജധർമ്മത്തിന്റെ മഹിമകളെയും ഭീഷ്മൻ വിവരിച്ചു. അദ്ദേഹം തുടർന്നു: തപസ്സും മന്ത്രവും ബ്രാഹ്മണനും, കയ്യൂക്കും ആയുധങ്ങളും ക്ഷത്രിയരും സ്വാധീനങ്ങളാണ്. ഇത് രണ്ടും കൂടെ ചേർന്നാൽ മാത്രമേ ലോകത്തിന് ക്ഷേമമുണ്ടാവൂ. ആകയാൽ അറിവും അധികാരവും എപ്പോഴും യോജിച്ചു നിൽക്കണം. ഇത് തെളിയിക്കുന്നതിനു വേണ്ടി പ്രസിദ്ധനായ മുചുകുന്ദ രാജാവ് വസിഷ്ഠ മഹർഷിയുടെ തപോബലത്തിന്റെ സഹായത്തോടെ ഗന്ധർവ രാജാവായ വൈശ്രവണനെ ജയിച്ച കഥയും ഭീഷ്മർ പറഞ്ഞു. തുടർന്ന് ഒരുവൻ ജന്മം കൊണ്ടല്ല ബ്രാഹ്മണ്യം ക്ഷത്രിയത്വം നേടുന്നതെന്നും അവരവരുടെ കർമ്മങ്ങൾ സത്യാധർമ്മത്തെ അടിസ്ഥാനമാക്കിയാണ് പോകുന്നതെങ്കിൽ അങ്ങനെ അവർക്ക് ഏതൊരു വർണ്ണവും ഭൂമിയാലെ തന്നെ സ്വീകരിക്കാമാകുന്നതെന്നും പറഞ്ഞു.
ഒരു വ്യക്തി മാത്രമായ രാജാവിന് ധർമ്മപരിപാലനാർത്ഥം പലരുടെയും സഹായം ആവശ്യമായി വരുമല്ലോ. അങ്ങനെയുള്ള അവസരത്തിൽ എങ്ങനെയുള്ളവരാണ് വിശ്വസിക്കാവുന്നത്, എങ്ങനെയുള്ളവരെയാണ് വിശ്വസിക്കരുതാത്തത് എന്നും മറ്റും വിശദീകരിക്കണമെന്ന് യുധിഷ്ഠിരൻ ആവശ്യപ്പെട്ടപ്പോൾ ഭീഷ്മർ പറഞ്ഞു, രാജ്യപരിപാലനത്തിന് മന്ത്രിമാരാണ് മറ്റ് സഹായികൾ. അവരുടെ സഹായത്തെ വിലമതിക്കുക തന്നെ വേണം. എന്നാൽ മന്ത്രിമാർ പലതലത്തിലുണ്ട്. സ്വന്തം ജീവിത നിർവഹണത്തിനും ധനസമ്പാദനത്തിനും വേണ്ടി മാത്രം സജീവ വൃത്തി അംഗീകരിച്ചിരിക്കുന്നവർ അധമ സജീവനാണ്. അങ്ങനെയുള്ളവരെ വിശ്വസിക്കരുത്. മധ്യമന്മാരായ സവിജന്മാർക്ക് യശസ്സാണ് പ്രധാനം. കീർത്തിക്ക് വേണ്ടി അവരെന്തും ചെയ്യും. ആത്മപ്രശംസ അവർക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. അവരും വിശ്വാസയോഗ്യമല്ല. ഇതൊന്നുമില്ലാത്തവരാണ് ഉത്തമ സവിജന്മാർ. അവരുടെ പ്രവൃത്തികൾ ധനത്തിനോ യശസ്സിനോ മറ്റെന്തെങ്കിലും ലാഭത്തിനോ വേണ്ടിയുള്ളതല്ല. അവരുടെ ഉപദേശം രാജാവിലും രാജ്യത്തിലും പ്രജകൾക്കും ശ്രേയസ്സുണ്ടാകുമെന്ന് മാത്രമാണ്. ഇപ്രകാരമുള്ള ഭേദത്തെ തിരിച്ചറിഞ്ഞ് മിത്രങ്ങളും പ്രാപ്തന്മാരുമായ ആളുകളെ മന്ത്രിമാരാക്കി രാജ്യഭാരം നടത്തുകയാണ് വേണ്ടത്. രാജാക്കന്മാർ എപ്പോഴും എല്ലാ കാര്യത്തിലും ശ്രദ്ധാലുക്കളായിരിക്കണം. അവർ വേണ്ടത്ര ജാഗ്രതയുള്ളവരും ബുദ്ധികൂർമ്മതയുള്ളവരുമായിരിക്കണം. ആർക്കും ഒരു കാര്യത്തിലും വശംവദനാകരുത്. ആരുടെയൊക്കെ ഉപദേശങ്ങളാണ് സ്വീകരിക്കേണ്ടത്, ആരുടെയാണോ തിരസ്കരിക്കേണ്ടത് എന്ന ദൃഢമായ അഭിപ്രായം രാജാവിനുണ്ടായിരിക്കണം. സ്വന്തമായ ഒരു അഭിപ്രായം ഏത് കാര്യത്തിനും ഉണ്ടായിരിക്കണം. ഇങ്ങനെയുള്ള തൻ്റെ ഇടവും ആജ്ഞാശക്തിയും ഇല്ലെങ്കിൽ പല അനർത്ഥങ്ങളും രാജാവിനുണ്ടാകും. ലോകത്തിൽ എല്ലാവരുടെയും പ്രീതി രാജാവിന് ആവശ്യമാണ്. മധുരഭാഷണം മാത്രമാണ് എല്ലാവരെയും ഒരേപോലെ പ്രീതിപ്പെടുത്തുന്ന ഏക വസ്തു. എല്ലാവരോടും സംസാരിക്കുക, മധുരമായി സംസാരിക്കുക. ഈ ഒരൊറ്റ പ്രവൃത്തി കൊണ്ട് തന്നെ പ്രയേണ എല്ലാവരുടെയും പ്രീതിക്ക് പാത്രമായി തീരും നമ്മൾ. തുടർന്ന് എങ്ങനെയുള്ള ഗ്രഹത്തിലാണ് രാജാവ് താമസിക്കേണ്ടത്, എങ്ങനെയാണ് രാജ്യത്തെ ഭരിക്കേണ്ടത്, എപ്രകാരമാണ് ധനം വർദ്ധിപ്പിക്കേണ്ടത് എന്നും മറ്റുമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചതിന് ശേഷം ഭീഷ്മർ പറഞ്ഞു, ബലവൃക്ഷങ്ങളെ മുറിച്ച് നശിപ്പിക്കുവാൻ സമ്മതിക്കരുത്. ധാരാളം ഫലവൃക്ഷങ്ങൾ നട്ടുവളർത്തുകയാണ് വേണ്ടത്. അത് രാജ്യത്തിൻ്റെ സമ്പത്താണ്. യുധിഷ്ഠിരൻ പിന്നെയും അനേകം ചോദ്യങ്ങൾ സംശയ നിവാരണത്തിനായി ഭീഷ്മരോട് ചോദിക്കുകയുണ്ടായി. ഗഹനവും അപാരവുമായ ധർമ്മത്തെ ശരിയറിഞ്ഞ് തെറ്റുകൂടാതെ എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്ന് ചോദിച്ച യുധിഷ്ഠിരനോട് ഭീഷ്മർ പറഞ്ഞു, മാതാപിതാക്കന്മാരെയും ഗുരുനാഥന്മാരെയും ബഹുമാനിക്കുകയും അവരുടെ ശിക്ഷണത്തിൽ വളരുകയും ചെയ്യുന്ന ഒരാൾക്ക് ധർമ്മബോധമുണ്ടാകുവാൻ ഒരു വിഷമവുമില്ല. സത്യത്തെയും അസത്യയും പറ്റിയുള്ള ധർമ്മപുത്രന്റെ ചോദ്യങ്ങൾക്കും ഭീഷ്മൻ മറുപടി കൊടുത്തു. ആപത്തുകളും ക്ലേശങ്ങളും ഇല്ലാതെ സമാധാനത്തോടും തൃപ്തിയോടും കൂടി ജീവിക്കുവാൻ ജനങ്ങൾക്ക് എന്തൊക്കെ ചെയ്യണമെന്നും അദ്ദേഹം യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്തു. കപടശാലികളെയും സദ്വൃദ്ധന്മാരെയും എങ്ങനെയാണ് തിരിച്ചറിയേണ്ടതെന്നായിരുന്നു യുധിഷ്ഠിരന്റെ അടുത്ത സംശയം. കപടശാലികൾ പലപ്പോഴും സദ്വൃദ്ധന്മാരായി അഭിനയിക്കുമ്പോൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കുവാൻ കഴിയുന്നതെന്ന സംശയവും അദ്ദേഹം പ്രകടിപ്പിച്ചു. ഭീഷ്മർ പറഞ്ഞു, യുധിഷ്ഠിര, ഇത് വളരെ വിഷമം പിടിച്ച കാര്യമാണ്. ഞാനൊരു ഇതിഹാസത്തിൽ കൂടി ഇതിന് മറുപടി പറയാം. പണ്ട് പുരിക എന്ന പ്രസിദ്ധമായ രാജ്യത്ത് പൗരികൻ എന്നു പേരായ ഒരു രാജാവുണ്ടായിരുന്നു. അയാൾ തികഞ്ഞ ക്രൂരനും ദുരാചാരിയുമായിരുന്നു. എല്ലാവരും ദ്രോഹിക്കത്തക്ക പ്രവൃത്തികൾ ചെയ്ത അയാളാണ്. അയാളെ എല്ലാവരും വെറുത്തു. അവസാനം അയാൾ മരിച്ചു. കർമ്മവിശേഷത്തായ അയാൾ ഒരു കുറുക്കനായിട്ടാണ് വീണ്ടും ജനിച്ചത്. എന്നാൽ ദൈവഗത്യ അയാൾക്ക് പൂർവ്വജന്മ സ്മരണയും വിവേകബുദ്ധിയും ഉണ്ടായി. കഴിഞ്ഞ ജന്മത്തിൽ താൻ ചെയ്ത ദുഷ്പ്രവൃത്തികൾ കൊണ്ടാണ് താൻ ഒരു കുറുക്കനായി ജനിച്ചതെന്നും അവന് ബോധ്യമായി. ആകയാൽ ഈ ജന്മത്തിലെങ്കിലും സൽബുദ്ധിയെ വളർത്തി സദാചാരത്തോടെ ജീവിച്ച് മോക്ഷം പ്രാപിക്കണമെന്ന് അവൻ തീരുമാനിച്ചു. അവൻ കുറുക്കന്മാരുടെ സംഘത്തിൽ നിന്ന് ഒറ്റയ്ക്ക് ജീവിച്ചു. കുറുക്കന്മാരുടെ സാധാരണ ഭക്ഷണമൊക്കെ ഉപേക്ഷിച്ച് സാത്വികങ്ങളായ ഫലമൂലങ്ങൾ മാത്രം ഭക്ഷിച്ചു. അതൊന്നും കിട്ടിയില്ലെങ്കിൽ വെള്ളം മാത്രം കുടിച്ച് ജീവിച്ചു. ക്രമേണ ആ കുറുക്കനിൽ സൽബുദ്ധി വികസിച്ചു. തന്മൂലം അവനൊരു തപസ്വിയെ പോലെ ആയിത്തീർന്നു. ജമ്പുക ലോകത്തിൽ ഇതൊരാശ്ചര്യമായിരുന്നു. മറ്റു കുറുക്കന്മാർക്ക് ഈ കുറുക്കൻ്റെ ജീവിത രീതി അശേഷം പിടിച്ചില്ല. അവർ അവനെ പലവരും ഉപദേശിച്ചു. എങ്കിലും അവൻ അതൊന്നും ചെവികൊള്ളാതെ സ്വാത്വികനായി തന്നെ ജീവിച്ചു. അവനെ പല വിധത്തിൽ മറ്റു കുറുക്കന്മാർ പ്രലോഭിപ്പിച്ചുവെങ്കിലും അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഉണ്ടായില്ല. ഈ കാനനത്തിലെ മൃഗരാജൻ ഒരു വ്യാഘ്രമായിരുന്നു. കുറുക്കന്മാരും തപസ്വി കുറുക്കനുമായുള്ള സംഭാഷണം വ്യാഘ്രം കേൾക്കുന്നതിനിടയായി. തപസ്വി കുറുക്കൻ പ്രബുദ്ധനായ ഒരുവനാണെന്ന് വ്യാഘ്രത്തിന് തോന്നി. അവനെ തൻ്റെ മന്ത്രിയാക്കിയാൽ എന്തെന്ന് വ്യാഘ്രം ആലോചിച്ചു. അവസാനം തപസ്വി കുറുക്കൻ വ്യാഘ്രത്തിൻ്റെ മന്ത്രിയും ഉപദേഷ്ടാവുമായി. മനസ്സില്ലാ മനസ്സോടെയാണ് കുറുക്കൻ വ്യാഘ്രത്തിൻ്റെ മന്ത്രിയായത്. അവൻ രാജസഭയിൽ ചെന്ന് മാന്യമായ സ്ഥാനങ്ങളിൽ നിന്ന് രാജകാര്യങ്ങളിലെ നിരൂപിക്കുകയും ധാർമ്മികങ്ങളായ തീർപ്പുകൾ കൽപ്പിക്കുകയും ചെയ്യുവാൻ തുടങ്ങി. തപസ്വി കുറുക്കൻ്റെ തീരുമാനങ്ങൾ രാജാവിനും പ്രജകൾക്കും വളരെ ഇഷ്ടമായി. തന്മൂലം വ്യാഘ്ര രാജാവിൻ്റെ മറ്റു മന്ത്രിമാരോടും ജനങ്ങൾക്ക് ബഹുമാനമില്ലാതെയായി. അവരുടെ പ്രാമാണ്യവും നഷ്ടപ്പെട്ടു. വ്യാഘ്ര രാജാവിൻ്റെ മറ്റു മന്ത്രിമാർക്ക് തപസ്വി കുറുക്കനോട് അസൂയയും സ്പർദ്ധയും വർദ്ധിച്ചു.
എങ്ങനെയും അവനെ ഒതുക്കണമെന്ന് അവർ തീരുമാനിച്ചു. പല വിധത്തിലുള്ള ഏഷണികളും രാജാവിനോട് പറഞ്ഞു. ആദ്യം അതൊന്നും വ്യാക്രം വിശ്വസിച്ചില്ല എങ്കിലും പല ചതിപ്രയോഗങ്ങളും ശത്രുക്കൾ നടത്തിയതിനാൽ വ്യാക്രം തപസ്വി കുറുക്കനോട് വിരോധത്തിലായി. തൽഫലമായി തപസ്വി കുറുക്കനെ കൊല്ലുവാൻ തന്നെ വ്യാക്രം തീരുമാനിച്ചു. എന്നാൽ വേണ്ടത്ര പാകതയും വിവേകവും ഉണ്ടായിരുന്ന വ്യാക്രമാതാവ് സത്യസ്ഥിതി മനസ്സിലാക്കി തപസ്വി കുറുക്കനെ രക്ഷിച്ചു. അവൻ പിന്നീട് അവിടെ നിന്നില്ല. മന്ത്രിപദം ഉപേക്ഷിച്ചു പോയി. ഏകാന്തതയിൽ ജീവിച്ച് തപസ്സും സൽപ്രകർമ്മങ്ങളും ചെയ്ത് സ്വർഗസ്ഥനായി. കപടശാലികളായ മന്ത്രിമാരെയും സദ്വൃത്തനായ തപസ്വി കുറുക്കനെയും തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാതിരുന്നതുകൊണ്ട് വ്യാക്രരാജാവ് അത്യധികം സങ്കടപ്പെടുകയും ചെയ്തു. ഒരു ഭരണാധിപൻ രാജാവ് ഒരിക്കലും അലസനാകരുതെന്നും ജീവിത വിജയം ബുദ്ധിമൂലം നേടണമെന്നും മനുവിനെ ഉദ്ധരിച്ചുകൊണ്ട് ഭീഷ്മർ യുധിഷ്ഠിരനെ ഉപദേശിച്ചത് അത് പ്രകടമായിരുന്നതായ ഒരു കഥയും പറഞ്ഞു കേൾപ്പിച്ചു. പണ്ട് കൃതയുഗത്തിൽ കഴിഞ്ഞ രാജജന്മത്തെക്കുറിച്ച് ജ്ഞാനമുള്ള ഒരു ഒട്ടകമുണ്ടായിരുന്നു. അവൻ കൊടുങ്കാട്ടിൽ പോയി ഉഗ്രമായി തപസ് ചെയ്തു. വളരെ നാളുകൾ തപസ് ചെയ്തു കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് അവനിൽ പ്രസാദിച്ച് അവൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. ഒട്ടകം ആഗ്രഹിക്കുന്ന വരം നൽകാമെന്ന് പിതാമഹൻ പറഞ്ഞു. ഒട്ടകം പറഞ്ഞു, ഭഗവാനെ, അങ്ങയുടെ പ്രസാദത്തിൽ എൻ്റെ ശിരസ് ഇഷ്ടം പോലെ എനിക്ക് നീട്ടുവാൻ സാധിക്കുമാറാകണമേ. പ്രഭു, 100 യോജനയിലേറെ ദൂരം എൻ്റെ കഴുത്ത് നീളട്ടെ. ഇഷ്ടം പോലെ തിന്നുവാൻ വിചാരിക്കുന്ന ദിക്കിൽ എൻ്റെ ശിരസ് എത്തട്ടെ. അവൻ്റെ ആഗ്രഹം പോലെ ശിരസ് നീളട്ടെ എന്ന് ഒട്ടകത്തിന് ബ്രഹ്മാവ് വരദാനം ചെയ്തു. അങ്ങനെ ശ്രേഷ്ഠമായ വരം നീട്ടിയ ഒട്ടകം തൻ്റെ ജന്മഭൂമിയായ കാട്ടിലെത്തി. വരം ലഭിച്ചത് നിമിത്തം ദുർബുദ്ധിയായി തീർന്ന ഒട്ടകം അലസനായി തീർന്നു. മുമ്പ് പുല്ലുള്ള ദിക്കുകളിൽ അരഞ്ഞു തിരിഞ്ഞു നടന്ന് മേഞ്ഞു ഉപജീവനം കഴിച്ചിരുന്ന അവൻ അലസനായി ഒരിടത്ത് കിടന്നു. ആവശ്യം തോന്നുമ്പോൾ തൻ്റെ വസതിയിൽ കിടന്ന് തല ദൂരത്തേക്ക് നീട്ടി ഇഷ്ടമുള്ളത് തിന്ന് ജീവിച്ചു. ഒരു ദിവസം ഒട്ടകം അവൻ്റെ തല 100 യോജന നീട്ടി. അപ്പോൾ ഭയങ്കരമായ ഒരു കൊടുങ്കാറ്റുണ്ടായി. ഉടനെ അവൻ തൻ്റെ കഴുത്തൊരു ഗുഹയിലേക്ക് മാറ്റി അതിൽ തലകടത്തി വെച്ചു. ആ സമയത്ത് ഘോരമായി മഴ പെയ്തു. മഴയിൽ നിന്ന് രക്ഷപ്പെടുന്നതിനായി ഒരു കുറുക്കൻ അവൻ്റെ ഭാര്യയോടൊത്ത് ആ ഗുഹയിൽ അഭയം പ്രാപിച്ചു. ജംബുക ദമ്പതികൾക്ക് അതികലശായ വിശപ്പുണ്ടായിരുന്നു. അവർ ഗുഹയ്ക്കകത്ത് കണ്ട ഒട്ടകത്തിൻ്റെ ശിരസ് കടിച്ചു കീറി തിന്നുവാൻ തുടങ്ങി. തന്നെ കുറുക്കന്മാർ കടിച്ചു തിന്നുകയാണെന്ന് അറിഞ്ഞിട്ട് ഒട്ടകം അതിൻ്റെ കഴുത്ത് തിരിക്കുവാൻ ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും ശൃഗാല ദമ്പതികൾ അവൻ്റെ കഴുത്ത് കടിച്ച് തിന്നു കഴിഞ്ഞു. അങ്ങനെ ഒട്ടകത്തിൻ്റെ കഥ അവസാനിച്ചു. യുധിഷ്ഠിരാ, നീയും ഈ മാതിരി അലസനാകാതെ ഉത്സാഹശീലനായി, ജിതേന്ദ്രനായി, ബുദ്ധിമാനായി ജീവിക്കണം. എങ്കിൽ ജീവിതം വിജയിക്കും. രാജാവ് തന്നേക്കാൾ ശക്തനായ ശത്രുവിനോട് ഏത് വിധേനയാണ് പെരുമാറേണ്ടതെന്ന് യുധിഷ്ഠിരൻ ചോദിച്ചപ്പോൾ ഗംഗയും സമുദ്രവും തമ്മിൽ നടന്ന ഒരു സംഭാഷണം ധർമ്മപുത്രന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാണ് ഭീഷ്മൻ മറുപടി പറഞ്ഞത്. ഭീഷ്മർ പറഞ്ഞു, പുഴകൾ സമുദ്രത്തിലേക്ക് ധാരാളമായി തടിയന്മാരായ വൃക്ഷങ്ങളെ കടപുഴുകി ഒഴുക്കിൽ കൊണ്ടുപോകാറുണ്ട്. ഇത് കണ്ട് സമുദ്രം പുഴകളോട് ചോദിച്ചു, ഹേ നിറഞ്ഞ പുഴകളെ, നിങ്ങൾ വേരും കൊമ്പുമായി നല്ല തടിയന്മാരായ വൃക്ഷങ്ങളെ കടപുഴുകി ഒഴുക്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ടല്ലോ. എന്നാൽ അക്കൂട്ടത്തിലൊന്നും മാറ്റുവഞ്ചിയെ കാണുന്നില്ല. അതിൻ്റെ വാസമാണെങ്കിൽ പുഴകളിലാണ് താനും. അവയോടുള്ള അവഗണന കൊണ്ടാണോ അതോ സ്നേഹം കൊണ്ടാണോ നിങ്ങൾ അവയെ ഇളക്കിക്കൊണ്ടുവരാത്തത്? ഗംഗാനദിയാണ് ഇതിന് മറുപടി പറഞ്ഞത്. സരിത്തുക്കളുടെ നാഥനായ സമുദ്രത്തോട് അവൾ പറഞ്ഞു, മരങ്ങൾ സ്തംഭിച്ചതുപോലെ ഉറച്ചു നിൽക്കുന്നു. ആകയാൽ ഒഴുക്കിൻ്റെ ആഘാതമേൽക്കുമ്പോൾ പിഴുതി വീഴുന്നു. അപ്പോൾ ആറ്റുവഞ്ചിയോ? സാഗരം ചോദിച്ചു. ആറ്റുവഞ്ചി ഒഴുക്കിൽ വഴുതി മാറി താഴും. ഒഴുക്കിൻ്റെ വേഗത കുറയുമ്പോൾ പഴയ നിലയിൽ നിവർന്നു നിൽക്കും. തന്മൂലം തങ്ങൾക്ക് അവറ്റയെ ഇളക്കുവാൻ കഴിയുന്നില്ല. സ്തംഭിക്കാതെ താഴേണ്ടപ്പോൾ താഴുകയും ഉയരേണ്ടപ്പോൾ ഉയരുകയും ചെയ്യുന്ന കൗശലത്താൽ ആറ്റുവഞ്ചിക്ക് വലിയ വൃക്ഷങ്ങളുടെ ദുർഗതി സംഭവിക്കില്ല. അല്ലയോ യുധിഷ്ഠിര, തൻ്റെയും ശത്രുവിൻ്റെയും ബലം, വീര്യം, കഴിവ്, കഴിവില്ലായ്മ എന്നിവല്ല നല്ലതുപോലെ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ബുദ്ധിമാൻ ഒരിക്കലും തോൽക്കുകയില്ല. പണ്ഡിതൻ തൻ്റെ ശത്രു ശക്തനാണെന്ന് കണ്ടാൽ ആറ്റുവഞ്ചിയുടെ നീല സ്വീകരിക്കണം. അതാണ് ബുദ്ധിമാന്റെ ലക്ഷണം. ഇങ്ങനെ ആയിരിക്കണം ഒരു യഥാർത്ഥ രാജാവ്. അടുത്തതായി ഭീഷ്മൻ ദുഷ്ടന്റെ ശകാരവും നായയുടെയും മഹർഷിയുടെയും കഥവും അതുകൂടാതെ തന്നെ സ്വഭാവ ഗുണമാഹാത്മ്യവുമാണ് പറഞ്ഞത്. തുടരും.